ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ചന്ദ്രമതിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്റെ കക്ഷി ഗിരീശൻ വിവാഹം കഴിച്ചത് തന്നെ. പക്ഷേ ചന്ദ്രമതി ഗിരീശനെ വിടാൻ തയ്യാറായിരുന്നില്ല. എന്റെ പൊന്നമ്മച്ചി, നിങ്ങൾക്കില്ലാത്ത നന്മയൊന്നും എനിക്കും വേണ്ട. ആ ഷർട്ട് വിട്, കുറെ കാലം പഴക്കമുള്ളതാ, കീറി കൈയിരിക്കും. പിന്നെ പുതിയ ഷർട്ട് വാങ്ങിച്ചു തരേണ്ടി വരും. ത്യാഗരാജ, എന്തൊക്കെ ഇയാൾ വിളിച്ചു പറയുന്നേ? ഈശ്വര, ഭൂമി പിളർന്ന് താഴെ പോയാൽ മതിയായിരുന്നു. അങ്ങനെ ഭൂമി വളർന്ന് രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട. കൂട്ടിൽ നിന്ന് ആദ്യം നിന്നൊന്ന് വേർക്കണം. ഞാൻ അവിടെ നിർത്തി എണ്ണി എണ്ണി ചോദിക്കും. നിങ്ങൾ ഡൽഹിയിലായിരുന്നപ്പോൾ ഗിരീഷിനെ അങ്ങോട്ട് വരുത്തിയിട്ടില്ലേന്ന്. ഈശ്വരനെ പ്രത്യേകിച്ച് വിളിക്കൊന്നും വേണ്ട. വിളിക്കാതെ തന്നെ പുള്ളിക്കാരൻ എല്ലാം കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ, പോലീസിനെ തൊടുന്ന പോലെ അല്ല വക്കീലിനെ തൊടുന്നത്. ത്യാഗു, തൊഴിലറിഞ്ഞ് കളിക്കണം. അതെ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ചന്ദ്രമതിയുടെയും നമ്മുടെ ഗിരീഷിന്റെയും പടം വെച്ചൊരു പോസ്റ്റ്. പീഡനമോ പ്രണയമോ, അതാണ് തംബ്നെയിൽ. എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? സോഷ്യൽ മീഡിയ എന്ന് വെച്ചാലേ നിനക്ക് മാത്രമല്ല ത്യാഗു, എനിക്കും ആവാം. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറയുന്നത് പോലെ അന്തം വിട്ട വക്കീലും എന്തും ചെയ്യും. ചേച്ചി, ഞാൻ ഉള്ള കാര്യം പറയാം. ഒരു കൈവിട്ട കളിയാ നിങ്ങൾ കളിച്ചത്. അതേ കളി തന്നെ ഞാനും കളിക്കും. പുരുഷന്മാരാണ് പലപ്പോഴും ഇരകളാകുന്ന വാദം ശക്തിയായി വരുന്ന സമയമാണ്. നിങ്ങൾ പച്ച കള്ളം പറഞ്ഞു, പക്ഷേ ഞാൻ നല്ല പഴുത്ത കള്ളം തന്നെ പറയും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഗിരീശനെ നശിപ്പിക്കുന്നില്ലേ? ഇന്ന് വൈകുന്നേരം മുതൽ നിങ്ങളും എയറിലാകും. മാഡം, എനിക്ക് വിഷമമുണ്ട്. പക്ഷേ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അതേ നിങ്ങളോടൊക്കെ പറ്റൂ. ചന്ദ്രമതി മാഡം, ബലരാമൻ സാറിന്റെ ഭാര്യയായി സമൂഹം തന്ന മാന്യതയും സ്വീകരിച്ച് മാന്യമര്യാദയായിട്ട് ജീവിച്ചു പോകാനാണ് ആഗ്രഹമെങ്കിൽ ഈ കേസ് പിൻവലിക്കണം. ഗിരീഷിനെ കൂട്ടി ഞങ്ങളങ്ങ് പോകും. അതല്ല, കേസ് തുടരാനാണ് ഭാവമെങ്കിൽ മാഡത്തിന്റെ ജീവിതം തീരും. നാട്ടിൽ ജീവിച്ചു പോകാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഇളകിയാൽ നാടിളകും. പിന്നെ ത്യാഗുവിനൊക്കെ കൈയും കെട്ടി നിൽക്കാനേ പറ്റൂ. എന്തു പറയുന്നു? കേസിൽ നിന്ന് മാറുന്നോ അതോ മുന്നോട്ട് പോകുന്നു? മുന്നോട്ട് പോകാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് ഉണ്ടല്ലോ, അതിപ്പം മീഡിയയിൽ കയറും. ബാക്കി വരുന്നിടത്ത് വെച്ച്. ത്യാഗരാജ, ഈ കേസ് മുന്നോട്ട് പോണ്ട. ചേച്ചി പറ്റില്ല. ചേച്ചി ചേച്ചി
ചേച്ചി അവിടെ നിന്ന് ചേച്ചി നിക്ക. കണ്ട, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. കേസ് എത്ര എളുപ്പം തീർന്നു. എന്നാലും എന്തൊക്കെയാ വക്കീലെ ഈ പറഞ്ഞത്? മിണ്ടി പോകരുത്. ഒരുമാതിരി പോക്കൃത്തരം കാണിച്ചിട്ട് ഞാൻ ഈ കേസിൽ നിന്ന് ചെറുക്കനൊന്ന് പുറത്ത് കൊണ്ടുവരട്ടെ.